ഹലോ സ്റ്റുഡൻസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ACCയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ വൺ ഓഫ് ദ കീ ഏരിയസ് ആണിത്. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത് അല്ലേ. ക്യാപിറ്റൽ റേഷനിങ് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ അണ്ടറിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണിത്. ക്യാപിറ്റൽ റേഷനിങ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് തിയറി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, യെസ്. എന്താണ് ക്യാപിറ്റൽ റേഷനിങ്? നിങ്ങൾക്ക് ഇപ്പോൾ NPV പോലത്തെ മെത്തേഡ്സ് അറിയൂലേ? ശരിയല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സ് നമുക്കറിയാം, ശരിയല്ലേ? അപ്പോൾ ഈ മെത്തേഡ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ മനസ്സിലാവും അല്ലേ. ചിലപ്പോൾ ചില കമ്പനീസ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ NPV എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മളെന്താ പറയാറ്? NPV പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം, ആ രീതിയിലാണ് പറയാറ്. പക്ഷേ ചില കമ്പനീസിന്, മിക്ക കമ്പനീസിനും എല്ലാ പോസിറ്റീവ് NPV പ്രോജക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അത്രയും റിട്ടേൺ കിട്ടും, ശരിയല്ലേ? അത്രയും നല്ല പ്രോജക്ട്സ് ആണ് ആയതുകൊണ്ട്, ശരിയല്ലേ? ചില കമ്പനീസിന് എന്ത് കാണത്തില്ല, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഫണ്ട്സ് കാണത്തില്ല, ശരിയല്ലേ? മേ ബി ഇപ്പോൾ ഒരു 10 പ്രോജക്റ്റിലുണ്ടെങ്കിൽ അവർക്ക് ഒരു 5 പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയെ കാണുള്ളൂ, ശരിയല്ലേ? അങ്ങനത്തേക്കുള്ള സിറ്റുവേഷനാണ് നമ്മളെന്ത് പറയുന്നത്? ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. അവിടെ ക്യാപിറ്റൽ, നമ്മുടെ ഫണ്ട് റേഷൻഡ് ആണ്, ശരിയല്ലേ? ഫണ്ട് നമുക്ക് ലിമിറ്റഡ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ അതാണ്. വെൻ എ കമ്പനി ഹാസ് ലിമിറ്റഡ് ഫണ്ട്സ് ബട്ട് മൾട്ടിപ്പിൾ പ്രോഫിറ്റബിൾ പ്രോജക്ട്സ്, മാനേജ്മെൻറ്റ് മസ്റ്റ് ചൂസ് എന്ത്? ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോജക്ട്സ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമുക്ക് എന്താണ് പ്രശ്നമാണ്, ഫണ്ട് കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റ് പ്രോജക്ട്സ്, ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രോജക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ നോക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ക്യാപിറ്റൽ റേഷനിങ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്യാപിറ്റൽ റേഷനിങ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം. 2 റീസൺസ് ആണുള്ളത്. ഇൻറ്റേർണൽ റീസൺസ്, കമ്പനിയുടെ അകത്തുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ വെളിയിലുള്ള കുറച്ച് കാരണങ്ങളും കൊണ്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു ഫണ്ട് ലിമിറ്റേഷൻ അഥവാ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻറ്റേർണൽ റീസൺസ്, എന്താണ് എക്സ്റ്റേണൽ റീസൺസ്. ഇപ്പോൾ ആദ്യം ഇൻറ്റേർണൽ റീസൺസ് നോക്കാം. ഓക്കെ, ഇൻറ്റേർണൽ റീസൺസ് ഇൻ ദ സെൻസ് മാനേജ്മെൻറ്റ് കാരണം കുറച്ച് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആദ്യം ഒരു സംഭവമാണ് എന്ത്? നമ്മുടെ ഡിസയർ ടു കൺട്രോൾ റിസ്ക്, അവോയ്ഡ് ഓവർ എക്സ്പാൻഷൻ. എന്ന് വെച്ചാൽ ചില മാനേജ്മെൻറ്റ് പറയുന്നത്, ഓക്കെ എനിക്ക് റിസ്ക് കൂടുതലെടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണ്ട, എല്ലാ പ്രോജക്റ്റിലും ഒന്നും കയറി ഇൻവെസ്റ്റ് ചെയ്യണ്ട. എല്ലാ പ്രോജക്റ്റിലും കയറി ഇൻവെസ്റ്റ് ചെയ്ത് എന്താണ്? നല്ല റിസ്ക്കാണ്, ശരിയല്ലേ? അത്രയും പൈസ പല സ്ഥലത്ത് കിടക്കുമല്ലേ, റിട്ടേൺസ് കിട്ടുമോ എന്നുള്ളത് ഒരു അൺസർട്ടൻ ആണ്, ശരിയല്ലേ? റിസ്ക് കൂടുതലാണ്. അല്ലെങ്കിൽ ഓവർ എക്സ്പാൻഷന് താല്പര്യമില്ലാത്ത കുറച്ച് മാനേജേഴ്സാണ്. അങ്ങനത്തെ കുറച്ച് മാനേജേഴ്സാണ്. കാരണം അല്ല, നമ്മുടെ മനുഷ്യന്മാർ അങ്ങനെയല്ലേ, മീൻസ് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്. അവർക്ക് എന്തായിരിക്കും? ആവശ്യത്തിന് പൈസ കിട്ടിയാൽ മതി, ആവശ്യത്തിന് റിട്ടേൺസ് കിട്ടിയാൽ മതി, എല്ലാത്തിലും കൂടെ കയറി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും പൈസ കിട്ടണമെന്ന് ആവശ്യം ഉണ്ടാകത്തില്ല, ശരിയല്ലേ? അത്രയും ബേർഡൻ എടുത്ത് തലവയ്ക്കാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ റീസൺ. അപ്പോഴും അവരെന്ത് പറയും? എല്ലായിടത്തും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും, അല്ലേ? അതാണ് സംഭവം. ഇനി രണ്ടാമതൊരു ഇൻറ്റേർണൽ റീസൺ ആണ് മെയിൻറ്റെയിൻ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. എന്ന് വെച്ചാൽ ചില മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ എല്ലാ പൈസയൊന്നും എടുത്ത് എന്ത് ചെയ്യണ്ട, ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം എല്ലാ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് അറിയാം, നമുക്ക് കറക്റ്റായിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പൈസ കാണത്തില്ല. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഒരു സംഭവം ഡിവിഡൻഡ്. അപ്പോൾ എല്ലാ പൈസ എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ ചിലപ്പോൾ പൈസ കാണത്തില്ല. നമ്മൾ ചിലപ്പോൾ ഡിവിഡൻഡ് എല്ലാ വർഷവും കൂട്ടിയും കുറഞ്ഞൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അത്രയും ഫണ്ട് നമുക്ക് ഷോർട്ടേജ് വരും എല്ലാത്തിലും കയറി ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പോൾ ചില കമ്പനീസിന് ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി കൊടുക്കണമെന്ന് താല്പര്യം കാണും. ഡിവിഡൻഡ് ഒരു കാരണവശാലും കുറയാൻ പാടില്ല. ഇപ്പോൾ എല്ലാ വർഷവും ഒരു $100 ആ ഒരു രീതിയിൽ കറക്റ്റ് കൊടുത്തു പോകണമെന്ന് കാണും. അപ്പോൾ അവരുടെ കേസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എല്ലാ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്താൽ പണിയാണ്. കാരണം അവർക്ക് ആ ഒരു പോളിസി അവർക്ക് അലൈൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതാണ് ഒരു രണ്ടാമത്തെ എന്ത് ഇൻറ്റേർണൽ റീസൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു റീസണാണെന്ത്? പ്രിവെൻറ്റ് മാനേജേഴ്സ് ഫ്രം ടേക്കിംഗ് ടു മെനി പ്രോജക്റ്റ് അറ്റ് വൺസ്, അല്ലേ? ചില വലിയ ഡയറക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്ത് മാനേജേഴ്സിൻ്റെ അടുത്ത് പോയി പറയുന്നത്, നിങ്ങൾ കുറേ പ്രോജക്റ്റിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് തന്ന ഫണ്ട് നിങ്ങൾ ആവശ്യത്തിന് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, എല്ലാത്തിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൈസ അങ്ങനെ ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അത്രയും അതോറിറ്റി ആരും കൊടുക്കത്തില്ല, ടോപ്പ് ലെവൽ ആൾക്കാർ കൊടുക്കണമെന്നില്ല. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ എന്താണ്? അതൊരു ഇൻറ്റേർണൽ കൺസ്ട്രെയിൻ്റ് ആണ്, ഇൻറ്റേർണൽ റീസൺ ആണ് എന്തിന്? ക്യാപിറ്റൽ റേഷനിങ്ങിന്. ഇനി നാലാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ സെറ്റ് ആനുവൽ ക്യാപിറ്റൽ ലിമിറ്റ്സ് ഫോർ ബഡ്ജറ്റ് ഡിസിപ്ലിൻ, അല്ലേ? ചില കമ്പനീസിൽ സ്ട്രിക്റ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് കാണും. ഓക്കെ, ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താൻ പാടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാ പ്രോജക്റ്റിലും കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്? അതൊരു ഇൻറ്റേർണൽ റീസൺ ആണ്, ശരിയല്ലേ? അപ്പോൾ ഇത്രയും ഇൻറ്റേർണൽ റീസൺസ് ആണെന്ത് നമുക്ക്
ഒരു ക്യാപിറ്റൽ റേഷനിങ് വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇൻ്റർണൽ റീസണായിട്ട് വേണമെങ്കിൽ പറയുന്നത് നമുക്ക് ഇതുവരെ കടമെടുത്തൊന്നും പരിചയമില്ല. ഓക്കെ, നോ പ്രയർ എക്സ്പീരിയൻസ് ഇൻ ടേക്കിംഗ് എന്ത് ഡെപ്റ്റ് ഓർ ഷെയർ ഇഷ്യൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്താണ്, അതൊരു ഇൻ്റേണൽ ഇഷ്യൂ അല്ലേ. നമുക്ക് കടമെടുത്തൊന്നും പരിചയമില്ല, ബാങ്കിൽ പോയി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല, ഷെയർ ഇഷ്യൂ ചെയ്യാനാണെങ്കിൽ ഷെയർ ഇഷ്യൂ ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതെന്താണ്, അതൊരു ഇൻ്റേണൽ ഇഷ്യൂ ആണ്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ട് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിങ് വരും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഇൻ്റേണൽ റീസണായിട്ട് പറയാനുള്ളത്. ഇനി എക്സ്റ്റേണൽ റീസൺ നോക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ പുറത്തുള്ള കുറച്ച് കാരണങ്ങൾ കാരണവും എന്ത് വരും, നമുക്ക് ക്യാപിറ്റൽ റേഷനിങ് വരും. ഓക്കെ, അതിൽ ആദ്യത്തെയാണെന്ത്, കാനോട്ട് റേസ് ഫണ്ട്സ് ഈസിലി ഡ്യൂ ടു എന്ത്, വീക്ക് ക്രെഡിറ്റ് റേറ്റിംഗ്. യെസ്, അതൊരു റീസൺ ആണ് അല്ലേ. നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് പ്രശ്നമാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര പോരായെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ലോൺ ചോദിച്ചാൽ നമ്മൾ ബാങ്ക് ലോൺ തരില്ല, ശരിയല്ലേ. അപ്പോൾ എന്താണ്, ഫണ്ടില്ലാത്ത സിറ്റുവേഷൻ വരും, എല്ലാ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്താണ് റീസൺ, എക്സ്റ്റേണൽ റീസൺ ആണ്. കാരണം എന്താ, കമ്പനിയുടെ വെളിയിലുള്ളൊരു സംഭവം അല്ലേ, ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണ്, അതുകൊണ്ട് ബാങ്ക് ലോൺ തരുന്നില്ല. എക്സ്റ്റേണൽ റീസൺ ആണ്, ശരിയല്ലേ. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, പലിശ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ലോൺ പോയി എടുക്കാനുള്ള സാധ്യത കുറയത്തില്ല, ശരിയല്ലേ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചിലവാകും, ശരിയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ലോൺ എടുത്ത് അത്ര ഇതെടുത്തൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളെല്ലാ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താവും, ക്യാപിറ്റൽ റേസിങ് ആണ്. യെസ്, പിന്നെ ഇക്വിറ്റി മാർക്കറ്റ്സ് നോട്ട് ഫേവറബിൾ, ഡിഫിക്കൽട്ട് ടു ഇഷ്യൂ ഷെയർസ് അല്ലേ. നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുവാണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര ഡിമാൻഡ് ഇല്ല, ആൾക്കാർ ഷെയർസ് എല്ലാം സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ആ കേസിൽ പോയി നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തിയാൽ നമുക്ക് അത്രയും ഫണ്ട് കിട്ടണമെന്നില്ല. സോ അതും ഒരു ക്യാപിറ്റൽ റേസനിങ്ങിൻ്റെ റീസൺ ആണ്. പിന്നെ ലെൻഡിങ് റെസ്ട്രിക്ഷൻസ് ബൈ ബാങ്ക്സ് റെസ്ട്രിക്ഷൻ വെച്ചേക്കുവാണ്. ബാങ്ക് പറയുകയാണ് നിങ്ങൾക്ക് 10 കോടി രൂപയുടെ മേളിൽ ലോൺ തരാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് അങ്ങനെ വെക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. ലോൺ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താണ് പ്രശ്നം, ഫണ്ട് കാണത്തില്ല എങ്കിൽ എന്താണ്, ക്യാപിറ്റൽ റേഷനിങ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ റീസൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ റീസൺസ്. അപ്പോൾ ഇതിനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ റീസൺസിനെ നമ്മൾ ഹാർഡ് ക്യാപിറ്റൽ റേഷനിങ് എന്നും ഇൻറ്റേർണൽ റീസൺസിനെ നമ്മൾ എന്ത് വിളിക്കും, സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ റീസൺസ് എന്ന് വെച്ചാൽ ഹാർഡ് ക്യാപിറ്റൽ റേസിംഗ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം നമുക്ക് ഫണ്ടിങ് ലിമിറ്റ് വരുവാണ്, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ അത് കാരണം വരുവാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഹാർഡ് ക്യാപിറ്റൽ റേസിംഗ് ആണ് എന്ന് വെച്ചാൽ. ഇനി ഒരു ഇൻറ്റേർണൽ റീസൺ ആണെങ്കിൽ എന്തായിരിക്കും, അത് ഒരു സോഫ്റ്റ് ക്യാപിറ്റൽ റേഷനിങ് ആണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ്, നമ്മുടെ ഇത് ചോദിക്കും എന്താണ് ക്യാപിറ്റൽ റേഷനിങ്, എന്താണ് 2 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ്, എന്തൊക്കെയാണ് അതിനുള്ള റീസൺസ്, അതെല്ലാം ചോദിക്കും. അപ്പോൾ എഴുതാൻ പറ്റണം. ഇപ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് അറിയാം, ശരിയല്ലേ, ഇതെല്ലാം എലാബറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സെക്ഷൻ സിയിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ താഴെ ഒരു ചെറിയ തിയറി ആയിട്ട് ഒരു 10 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് നോക്കണം. ഓക്കെ, യെസ്, അപ്പോൾ അതാണ് സംഭവം. ഇനി ഒരു സിറ്റുവേഷൻ നോക്കാം, ക്യാപിറ്റൽ ലിമിറ്റഡേ അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ അവസ്ഥ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടംപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ. ക്യാപിറ്റൽ റേസിങ്ങേ ഇല്ല എങ്കിൽ എന്താണ്, ഫേമിന് ഇഷ്ടംപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ എന്താ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ് NPV ആണെങ്കിൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തോ, ഇനി അപ്പോൾ IRR വെച്ചാണെങ്കിൽ നോക്കുന്നത് IRR ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്സെപ്റ്റ് ചെയ്തോ. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പ്രോജക്റ്റിലും പോയിട്ട് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് ഫണ്ടിങ് റെസ്ട്രിക്ഷൻസ് ഇല്ല എങ്കിൽ, എല്ലാ പ്രോജക്റ്റും അല്ല, NPV വെച്ചാൽ നോക്കുകയാണെങ്കിൽ NPV പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ ഫൈൻ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലാതെ അവിടെ ക്യാപിറ്റൽ റേസിംഗ് ഉണ്ടോ, അവിടെ വേറെ മെത്തേഡ്സ് നോക്കാം, പ്രയോറിറ്റൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, സംഭവം സെറ്റ് ചെയ്യും, അതാണ് സംഭവം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ റേസിംഗ് ഇല്ലാത്ത സമയം ഡീൽ ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്യാപിറ്റൽ റേസിംഗ് എന്താണെന്ന് ആക്ച്വലി അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്, എന്താണ് ക്യാപിറ്റൽ റേസിംഗ്. ക്യാപിറ്റൽ റേസിങ്ങിന് 2 ടൈപ്പ്, ഇൻറ്റേർണൽ ക്യാപിറ്റൽ റേസിംഗ്, എക്സ്റ്റേണൽ എല്ലാം നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, കീ പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക, എലാബറേറ്റ് ചെയ്ത് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.